ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം. IRIB ന്യൂസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണം. ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകർ പരിക്കേറ്റതായും വിവരമുണ്ട്. അതിനിടെ ടെൽ അവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. നേരത്തെ ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. സൈനിക നടപടി ഉണ്ടാകുമെന്ന് ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം നടന്നിരിക്കുകയാണ്. IRIB ന്യൂസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണം. ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകരാണ് പരിക്കേറ്റത്. അതിനിടെ ടെൽ അവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളുടെ എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. സൈനിക നടപടി ഉണ്ടാകുമെന്നും ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കൂടുതൽ വിശദാംശങ്ങൾ. ഉണ്ണികൃഷ്ണൻ, കൂടുതൽ വിശദാംശങ്ങൾ പറയാം. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത്. IRIB ന്യൂസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതും തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണം. ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകരാണ് പരിക്കേറ്റതായി വിവരം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വിശദാംശങ്ങൾ. അതിന് വലിയൊരു ആക്രമണമാണ് ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ട കാര്യം. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് ഈ രീതിയിൽ വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആക്രമണം ഉണ്ടാവുന്നത് ലൈവ് സംപ്രേഷണം നടക്കുന്നതിനിടെയാണ്. അവതാരക അവിടെ അവതരിപ്പിക്കുന്നതിനിടയിലാണ്, ലൈവ് സംപ്രേഷണം നടക്കുന്നതിനിടയിലാണ് ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ആക്രമണമാണ് ഉണ്ടായത്. ഇറാൻ ദേശീയ ചാനലിന് നേരെയാണ്, ദേശീയ ടെലിവിഷൻ ചാനലിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. എന്തായാലും സംഘർഷം രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ വെളിവാകുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇറാനും ശക്തമായി തിരിച്ചടി നൽകും എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിലെ ചാനലുകൾ ആക്രമിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന തലത്തിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം. ടെഹ്റാന് സമീപം വലിയ ഒരു സ്ഫോടനം ഉണ്ടായതായാണ് റിപ്പോർട്ട്. പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളമടക്കം ഇസ്രായേൽ ആക്രമിച്ച വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടാതെ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. കൂടാതെ ടെൽ അവീവിൽ നിന്ന്, ഇസ്രായേൽ തലസ്ഥാനത്ത് നിന്ന് ജനങ്ങൾ മാറണമെന്നും ഇറാനും ആവശ്യപ്പെട്ടിരുന്നു. ഈ രീതിയിൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം ജനങ്ങളോട് മാറണം എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു സൈനിക നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ഇറാനിലെ ജനങ്ങൾക്ക് നൽകുന്നൊരു സാഹചര്യം. കൂടാതെ ടെഹ്റാനിലെ ആകാശമാകെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് എന്ന കാര്യം കൂടി പറയുന്നു. ആ രീതിയിൽ വലിയൊരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ സംഘർഷം തന്നെയാണ് ഉണ്ടായത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. എന്തായാലും 4ാം ദിവസവും സംഘർഷത്തിന്
ആയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം. ഇതിനിടയിലാണ് ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് ഒരു ആക്രമണം ഉണ്ടായി. വലിയ രീതിയിൽ ആ കെട്ടിടത്തിനാകെ തകരുന്ന ഒരു ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തക്ക മറുപടി നൽകുമെന്ന ഒരു റിപ്പോർട്ട് ഇറാൻ പറഞ്ഞതായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലിലെ മാധ്യമ സ്ഥാപനങ്ങളും ആക്രമിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സംഘർഷം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അജുന പോകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ടാണ് അവതാരിക പ്രതികരിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ ഇനിയും ആക്രമിക്കൂ എന്നാണ് അവതാരിക പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇന്ത്യക്കാരെ അവിടുന്ന് ഒഴിപ്പിക്കുകയാണ്. 1600 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഒഴിപ്പിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ. തീർച്ചയായും മേഖലയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നു, അല്ലെങ്കിൽ അവിടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഇരു രാജ്യങ്ങളും ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്തായാലും സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനമെന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു നടപടി ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം ഇരു രാജ്യങ്ങളും നടത്തുന്നു. കൂടാതെ ഇരു രാജ്യങ്ങളും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നൊരു സാഹചര്യം. കൂടാതെ ടെലിവിഷൻ ആസ്ഥാനത്ത് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെയുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയാകെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ, ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും വലിയ മുന്നറിയിപ്പുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നു. അതിന് മറുപടി എന്നോണം ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നു. ആ രീതിയിൽ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. G7 ഉച്ചകോടിയിൽ ട്രംപ് ഇസ്രായേൽ ഇറാൻ ആക്രമണം നിർത്തണമെന്ന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. നിലവിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നൊരു ചോദ്യചിഹ്നമാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രായേലിന്റെ ആക്രമണമാണ് നടന്നത്. IRIB ന്യൂസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അതും തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണം. ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകരാണ് പരിക്കേറ്റത്. അതിനിടെ ടെൽ അവീവിൽ നിന്നും ജനങ്ങൾ പിന്മാറണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. നിലവിൽ ഇന്ത്യക്കാരെ അവിടുന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1600 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെ എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. സൈനിക നടപടി ഉണ്ടാകുമെന്ന് ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ബഹിഷ്കരിച്ച് UDF. ഉദ്ഘാടന ചടങ്ങിൽ MK രാഘവൻ MP ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു